ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് തന്നെ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ പാർട്ടുകളൊക്കെ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഇത് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. മെസ്സേജായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് അയച്ചു തന്നിട്ട് അതിൻ്റെ തന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് ഒന്ന് ശരിയാക്കിയിട്ട് നല്ല രീതിയിൽ ഡ്രോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മാക്സിമം ഓരോ ഡ്രോയിങ്ങും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഒരു റെഫറൻസ് ഇമേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ റെഫറൻസ് ഇമേജ് നല്ല ക്ലാരിറ്റിയുള്ള ഇമേജ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ഇമേജ് നല്ല രീതിയിൽ നമുക്ക് ക്ലാരിറ്റിയുള്ള കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ നമ്മളൊരു ഡ്രോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഫേസിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ നമ്മൾ നല്ല രീതിയിൽ സൂം ചെയ്യുമല്ലോ. അപ്പോൾ സൂം ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി ഉള്ള ഇമേജ് ആണെങ്കിൽ മാത്രമേ നമുക്കതിനകത്ത് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം ക്ലാരിറ്റി കുറഞ്ഞ ഇമേജ് ആണെങ്കിൽ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് പ്രത്യേകിച്ചൊന്നും തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ, അതായത് ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള ഇമേജ് കറക്റ്റായിട്ട് നല്ല ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് താടിയും മീശയും വരയ്ക്കാനുണ്ട്, അതുപോലെ കഴുത്തിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്യാനുണ്ട്, പിന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമുക്ക് താടിയും മീശയും വരയ്ക്കുന്ന നമ്മൾ മുടി വരച്ച് എങ്ങനെയാണ് അതുപോലെ തന്നെ അങ്ങ് വരച്ച് പോയാൽ മാത്രം മതി. പെൻസിൽ ഓരോ തവണയും ഷാർപ്പ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. താടി മീശ അല്ലെങ്കിൽ മുടി അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമുക്ക് ഓരോ രോമം പോലെ തോന്നുന്ന രീതി വേണം നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ക്ഷമയോടെ ഇടുന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ ഫേസ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് ഇനി ആ കഴുത്തിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഡ്രസ്സിൻ്റെ വർക്കാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം കുറച്ച് താമസമുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ ഒരുപാട് ചെയ്താൽ മതി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് തന്നെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വലിയ രീതിയിൽ നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ വർക്കിന് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക മാക്സിമം. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ കൂടുതലായിട്ടും ആ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തുന്നില്ല. നമുക്ക് വീഡിയോ പിന്നെയും ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നതാണ്. പിന്നെ നേരത്തെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.